ഹായ് ഫ്രണ്ട്സ്, സുറുമി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു 2 മുതൽ 3 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ളൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ യോക്ക് പാർട്ടിൻ്റെ മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള തുണി ലൈനിങ് ആണ്. ലൈനിങ് തുണിയിലാണ് നമ്മൾ മെഷർമെൻ്റ് അളക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 ആദ്യം ലൈനിങ് തുണി മടക്കിയെടുക്കണം. അപ്പുറത്തെ സൈഡിൽ 4 ഓപ്പണിംഗ് ആണ് വന്നത്. ഇങ്ങനെ മടക്കുമ്പോൾ 4 ഓപ്പണിംഗ് ഇതുപോലെ വരും. ഈ ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യണത്. യോക്ക് പോർഷൻ്റെ തുണി ഇവിടെ എടുത്തേക്കണത് 8.5 ഇഞ്ച് നീളത്തിലും വീതിയിലുമാണ് തുണി എടുത്തേക്കണത്. ആദ്യം തന്നെ ഷോൾഡറാണ് അടയാളപ്പെടുത്തേക്കുന്നത്. ഷോൾഡർ 9 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 4.5 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തേക്കുന്നത്. അതേ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ ആം ഹോളും അടയാളപ്പെടുത്തേണ്ടത്. അത് നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കാം. അടുത്ത് നമ്മൾ ചെസ്റ്റാണ് അടയാളപ്പെടുത്തുന്നത്. ചെസ്റ്റ് 21 ഇഞ്ചാണ് ചെസ്റ്റ്. അതിൻ്റെ 1/4 ഭാഗം 5.5 ഇഞ്ചാണ് ചെസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ്. അപ്പോൾ 7.25 ഇഞ്ച് ചെസ്റ്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ കൈക്കുഴി കുഴിച്ചു വരയ്ക്കുക. ഇനി യോക്ക് പോർഷൻ്റെ ലെങ്ത് ആണ് എടുക്കുന്നത്. 8 ഇഞ്ചാണ് യോക്ക് പോർഷൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത്. അതൊന്ന് സ്കെയിലിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, വരച്ചു കൊടുക്കുക. ഇനി വേസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. വേസ്റ്റ് 20 ഇഞ്ചാണ്. 20 ഇഞ്ചിൻ്റെ പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്യുക, പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യാനിട്ട്. ആ സീം അലവൻസ് വരച്ച ഇതിലാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. നെക്ക് വീതി 2 ഇഞ്ചും ലെങ്ത്ത് 2.5 ഇഞ്ചുമാണ് എടുത്തേക്കണത്. അത് ജോയിൻ ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ് തുണി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈനിങ് തുണി നല്ല തുണിയുടെ മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുക്കണം. അതിന് നല്ല തുണി നമ്മൾ 4 മടക്കിയിട്ട് ലൈനിങ് തുണി മുകളിൽ വെച്ച് ഒരു മുട്ടുസൂചി വെച്ച് കുത്തിയേക്കുക. അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുട്ടുസൂചി വെച്ച് കുത്തിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ആ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. യോക്ക് പാർട്ടിൻ്റെ തുണികൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ യോക്ക് പാർട്ടിൻ്റെ തുണി കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ യോക്ക് പാർട്ടിൻ്റെ ബാക്ക് പീസിലാണ് നമ്മൾ 2 ഇഞ്ച് ഇതുപോലെ ബാക്ക് ഓപ്പണിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുക. ഇനി സ്കേർട്ടിൻ്റെ മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. സ്കേർട്ട് നമ്മൾ തയ്ക്കുന്നത് 3 ലെയറാക്കി കട്ട് ചെയ്തിട്ട് ഫ്രില്ലിട്ടാണ് തയ്ക്കുന്നത്. ലെയേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയണത് 5 ഇഞ്ചാണ് ലെയറിൻ്റെ ലെങ്ത് നമ്മൾ എടുക്കുന്നത്. ഇനി ഫസ്റ്റ് ലെയറിൻ്റെ വിഡ്ത്താണ് എടുക്കുന്നത്. അത് 28 ഇഞ്ചാണ്. അത് നമ്മൾ യോക്ക് പാർട്ടിൻ്റെ വീതിയുടെ ഇരട്ടിയാണ് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 14 ഇഞ്ചാണ് യോക്ക് പാർട്ടിൻ്റെ ഒരു വശത്തെ വിഡ്ത്ത്. അപ്പോൾ 14 × 2 28 അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
അടുത്തതും 5 ഇഞ്ചാണ് അടുത്ത സെക്കൻഡ് ലെയറിൻ്റെ ലെങ്ത്തും. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ 14 × 3 അങ്ങനെയാണ് നമ്മൾ 42 ഇഞ്ച് മെഷർമെൻറ്റ് ചെയ്തെടുത്തേക്കുന്നത്. 3 ഇരട്ടി, 14 × 3 ഇരട്ടി. സെക്കൻഡ് ലെയർ 42 ഇഞ്ച് വീതി കിട്ടാത്തതുകൊണ്ട് ബാക്കി മുകളിലുണ്ടായിരുന്ന ബാക്കി പീസിൽ നിന്ന് 42 ഇഞ്ചാക്കിയിട്ട് മെഷർമെൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ പീസ് ജോയിൻ ചെയ്തെടുത്താൽ മതി. 42 ഇഞ്ചിലാണ് നമ്മളിപ്പോൾ സെക്കൻഡ് ലെയർ വെട്ടിയെടുത്തേക്കുന്നത്. അടുത്തത് നമ്മൾ 5 ഇഞ്ചിന് പകരം 5.5 ഇഞ്ചാണ് തേർഡ് ലെയർ ലെങ്ത് എടുക്കുന്നത്. അതായത് 1/2 ഇഞ്ച് അടിയിൽ മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 56 ഇഞ്ചാണ്. അതായത് 14ൻ്റെ 4 ഇരട്ടി, 14 × 4 അങ്ങനെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 28 ഇഞ്ചിൻ്റെ 2 പീസും 42 ഇഞ്ചിൻ്റെ 2 പീസും 56 ഇഞ്ചിൻ്റെ 2 പീസും ഇങ്ങനെയാണ് വേണ്ടത്. ബാക്ക് പീസിനും ഫ്രണ്ട് പീസിനും ഈ 2 പീസ് വെച്ചാണ് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ യോക്ക് പാർട്ടിൻ്റെ പോർഷനിൽ 1/2 ഇഞ്ച് താഴ്ത്ത് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ബാക്ക് പീസിൻ്റെ ഓപ്പൺ ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ലൈനിങ് തുണി നല്ല തുണിയും കൂടി ഇതുപോലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്ക് പീസിൻ്റെ ഓപ്പണിൽ കൂടെ തന്നെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കഴുത്തും നല്ല വശം വെച്ചിട്ട് വേണം, മറിച്ച് വെച്ചിട്ട് വേണം ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ വരും. എന്നിട്ട് സൈഡിൽ കൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ബാക്ക് പീസ് തയ്ച്ച പോലെ തന്നെ ഫ്രണ്ട് പീസും തയ്ക്കണം. നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ വെട്ടിട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ടിട്ട് കഴുത്തിൻ്റെ സൈഡിൽ കൂടെ പതിച്ചടിച്ചെടുക്കുക. ഇതുപോലെ പതിച്ചടിച്ചെടുക്കണം. ഇനി ലൈനിങ് തുണിയും നല്ല തുണിയും കൂടി ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് വശവും ജോയിൻ ചെയ്തെടുക്കുക. എന്നാലാണ് ലൈനിങ് തുണിയും നല്ല തുണിയും കൂടി നല്ല ഇതിലിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ബാക്ക് പീസും ഫ്രണ്ട് പീസിലും ലൈനിങ് തുണിയും നല്ല തുണിയും ജോയിൻ ചെയ്തെടുക്കണം. അടുത്തത് ഷോൾഡർ ആണ് ജോയിൻ ചെയ്യേണ്ടത്. 2 സൈഡിലും 1/2 ഇഞ്ച് വിട്ട് തയ്യൽ തുമ്പ് വിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് തയ്ക്കേണ്ടത്. അതിന് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ക്രോസ് പീസിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്രോസ് പീസ് 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇതാണ് നമ്മൾ കൈക്ക് വെക്കുന്നത്. ഇതുപോലെ കയ്യിൽ ഇതുപോലെ കൈക്കുഴിയുടെ അവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നോടി മടക്കി ഒരു പൈപ്പിങ്ങിൻ്റെ രൂപത്തിലായി മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ട ഇതുപോലെ മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മറ്റേ കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ 2 കൈയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ യോക്ക് പോർഷൻ തയ്ച്ചതിന് ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ലെയർ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. യോക്ക് പോർഷൻ്റെ വീതി എത്രയാണോ അത്രയും വീതി തന്നെയാണ് ഫസ്റ്റ് ലെയറിൽ സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് യോക്ക് പോർഷനായിട്ട് ഇത് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതുപോലെ പതിച്ചടിക്കുക. അപ്പോൾ ഇതൊന്ന് ഒതുങ്ങി നിന്നോളും പതിച്ചടിക്കുമ്പോൾ. അതുപോലെ തന്നെ ബാക്ക് പീസും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്തെടുക്കുക. ബാക്ക് പീസിലും അതുപോലെ തന്നെ പതിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് സെക്കൻഡ് ലെയർ അതുപോലെ തന്നെ ഫ്രില്ലിട്ടിട്ട് സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിൻ്റെ ഫസ്റ്റ് ലെയറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്ത് സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് തേർഡ് ലെയറാണ്. തേർഡ് ലെയറും ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലെ താഴ്ഭാഗത്ത് നമ്മൾ തേർഡ് ലെയർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അപ്പം നമ്മൾ എല്ലാ ലെയറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്കിലെ ലെയർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് സൈഡാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. 2 സൈഡും ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ 2 ഇഞ്ചാണ് നമ്മൾ സീം എലമെൻറ്റ്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡ് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രോക്കിൻ്റെ അടിഭാഗം മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ മടക്കി അടിക്കണം. നമ്മൾ മടക്കി അടിച്ചതിന് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക്. അപ്പോൾ ഇത് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മളൊരു ഫ്ലവർ ഇതിൽ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.